ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്. എന്നാൽ അൽഹംദുലില്ലാഹ് നമ്മൾ ഫസ്റ്റ് പേജ് ഇന്നലെ കഴിഞ്ഞു. അതിൻ്റെ കിതാബിൻ്റെ ഒരു ശൈലി എന്താണെന്ന് ഇന്നലത്തെ ക്ലാസ്സിൽ പരിചയപ്പെട്ടു. ഇന്ന് ആ ശൈലിയിലാണ് ക്ലാസ് തുടങ്ങുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഅ്ലം അന്ന മഅനൽ ഇസ്ലാമി അൽ ഇൻഖിയാദു ലി അവാമിരില്ലാഹി തആല വൽ ഇജ്തിനാബു അൻ നവാഹിഹി വമഅനൽ ഈമാനി അത്തസ്ദീഖു ബിദലീലി ഖൗലിഹി തആല വമാ അൻത ബിമുഅ്മിനിൻ ലനാ ഐ ബിമുസദ്ദിഖിൻ ലനാ. എന്താ പറയുന്നത്? ഇഅ്ലം അന്ന മഅനൽ ഇസ്ലാം, ഇഅ്ലം നീ അറിയണം, അല്ലെങ്കിൽ നീ അറിയേ, അന്ന മഅനൽ ഇസ്ലാം, ഇസ്ലാം എന്നതിൻ്റെ അർത്ഥം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഇൻഖിയാദു, വഴിപ്പെടലാണ്, ലി അവാമിരില്ലാഹി തആല, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെടലാണ്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് നമ്മൾ കൽപ്പിച്ചിട്ടുള്ളത് അത് അനുസരിക്കുക, അത് സ്വീകരിക്കുക, അതാണ് അതിലേക്കാണ് വഴിപ്പെടുക, അതാണ് ഇൻഖിയാദ്. പിന്നെന്താ? വൽ ഇജ്തിനാബു അൻ നവാഹിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യങ്ങളൊക്കെ, നിരോധിച്ച കാര്യങ്ങളൊക്കെ തൊട്ട് അത് ഒഴിവാകുക. വൽ ഇജ്തിനാബ് വെടിയുക, അൻ നവാഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ കാര്യങ്ങൾ വിരോധിച്ചിട്ടുണ്ടോ അത് ചെയ്യരുത്, അത് പോകാൻ പാടില്ല, അത് നോക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കുക. അപ്പോൾ അല്ലാഹു തആല എന്താണോ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, എന്തൊക്കെ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, എന്തൊക്കെ കൽപ്പനകൾ തന്നിട്ടുള്ളത്, ആ കൽപ്പനകൾ അഥവാ അങ്ങനത്തെ പോലെ അനുസരിക്കുക, ആ കൽപ്പനകൾക്ക് വഴിപ്പെടുക. എന്തൊക്കെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്, എന്തൊക്കെ വിലക്കിയിട്ടുണ്ടോ അത് ആ വിലക്കിയതുപോലെ നാം വെടിയുകയും ചെയ്യുക. ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. മഅനൽ ഈമാൻ, ഇത് ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈമാൻ്റെ അർത്ഥം എന്താ? തസ്ദീഖു, അതൊരു വാസ്തവമാക്കുക എന്നതാണ്. വാസ്തവമാക്കുക, അതാണ് തസ്ദീഖ് എന്ന് പറഞ്ഞാൽ. ബിദലീൽ ഖൗലിഹി, എവിടുന്ന് നമുക്ക് ഈ വാസ്തവമാക്കുക എന്ന അർത്ഥം കിട്ടത്? വേറൊന്നുമല്ല, ഖുർആൻ തന്നെ. ബിദലീൽ ഖൗലിഹി, അള്ളാഹുവിൻ്റെ ഖൗലിനാണ് അതിന് തെളിവ്. എന്താണ്? വമാ അൻത ബിമുഅ്മിനിൻ ലനാ, ഇത് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം പറയുന്നിടത്തുള്ള ഒരു ഭാഗമാണ്. വിശുദ്ധ ഖുർആനിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം പറയുന്ന ഭാഗത്ത് പറയുന്നുണ്ട്. അഥവാ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രിയപുത്രനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ അവിടുത്തെ സഹോദരങ്ങൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോടുള്ള അസൂയ കാരണം എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി അവരുടെ ആട്ടിനെ വെക്കാൻ വേണ്ടി അവരുടെ കൂടെ കൊണ്ടുപോയിട്ട് ഒരു പൊട്ടൻ കണത്തിലിട്ടു. അങ്ങനെ തിരിച്ചു വന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാമിനോട് വന്ന് പറയുകയാണ് യൂസുഫിനെ ചെന്നായി പിടിച്ചു എന്ന്. ആ പറയുന്ന സന്ദർഭത്തിൽ അത് അവരുടെ മുഖത്ത് നോക്കിയപ്പോൾ യാക്കൂബ് നബിക്ക് മനസ്സിലായി ഇവർ പറയുന്നത് കള്ളമാണെന്ന്. അപ്പോൾ ആ സമയത്ത് ഇവർ പറഞ്ഞു, സഹോദരന്മാർ പറഞ്ഞാണ്, വമാ അൻത ബിമുഅ്മിനിൻ ലനാ, നിങ്ങൾ ഞങ്ങളെ വാസ്തവമാക്കില്ലെന്നറിയാം. പക്ഷെ എന്നാലും എന്താ ഉണ്ടായത്? യൂസുഫിനെ ചെന്നായ പിടിക്കാൻ ചെയ്തത് എന്ന രൂപത്തിൽ പറയുന്നൊരു ഭാഗമാണത്. അപ്പോൾ ഇത് തന്നെയാണ് അവിടെ മുഅ്മിനി എന്നതിന് വാസ്തവമാക്കുന്ന അർത്ഥം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് നമുക്കിവിടെ മുഅ്മിനി എന്നതിൻ്റെ അർത്ഥം വാസ്തവമാണെന്ന് ഖുർആൻ തെളിവിട്ട് എന്ന് പറയുന്നത്. ഐ ബിമുസദ്ദിഖിൻ ലനാ എന്നർത്ഥം, ഞങ്ങളെ വാസ്തവമാക്കില്ലെന്ന് അറിയാം. ഇതാ സുഇൽത, ഇനി തുടങ്ങണം കിതാബിൻ്റെ പാഠത്തിൽ, ആ ശൈലിയിലൂടെ ഇങ്ങനെ പാഠം ഓരോ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ തുടങ്ങണം. നോക്കിക്കോളൂ. ഇതാ സുഇൽത, എന്നോട് ചോദിക്കപ്പെട്ടാൽ, ആ മുസ്ലിമുൻ അൻത, നീ ഒരു മുസ്ലിമാണോ എന്ന് ചോദിക്കപ്പെട്ടാൽ, ഖുൽത, നീ പറഞ്ഞോ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ഫഇൻ ഖീല ലക, നിന്നോട് ചോദിക്കപ്പെട്ടാൽ, മാ മഅനാഹു, എന്താ അതിൻ്റെ അർത്ഥം? ഈ പറഞ്ഞ അൽഹംദുലില്ലാ എന്നതിൻ്റെ അർത്ഥം എന്താ? ഖുൽത, നീ പറഞ്ഞോ, അസ്സനാഉ ലില്ലാഹ്, അള്ളാഹുവിനെ പുകഴ്ത്തലാണ്. വശുക്റു അലാ ഇൻആമി, അവിടെ ഇനാം എന്ന് വായിക്കണോട്ടോ, അനാം എന്ന് വായിക്കരുത്. അനാം എന്ന് പറഞ്ഞാൽ നാൽക്കാലികൾ എന്നൊക്കെയാണ് അർത്ഥം. ഇനാം, അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന ഒരുപാട് എണ്ണമറ്റ ശുക്റുകൾ, നിഅമത്തുകൾ,
എണ്ണം മറ്റേ നിഅമത്തുകൾ, ആ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യലാണ് ഈ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞത്. ഏറ്റവും വലിയ ശുക്രാണല്ലോ മുസ്ലിമാക്കുക എന്നുള്ളത്. അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ഒരു എളിയൊരു വിശ്വാസിയാക്കുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണല്ലോ. മറ്റുള്ള അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരിക്കെ തന്നെ അതിൽ ഏറ്റവും വലിയ അനുഗ്രഹം നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയ കാര്യം അതാണ്. അപ്പോൾ അതൊക്കെ ഓർത്ത് അള്ളാഹുവിന് ശുക്റാണ് അൽഹംദുലില്ലാ എന്നതിലുള്ളത്. ഇതാ സുഇൽത, ഇനി എന്നോട് ചോദിക്കപ്പെടുകയാണ്, അൻത മിൻ ദുർരിയ്യത്തി മൻ, നീ ആരുടെ മക്കളിൽപ്പെട്ടവരാണ് എന്ന് ചോദിച്ചാൽ തനി പറഞ്ഞു, അന മിൻ ദുർരിയ്യത്തി ആദം അലൈഹിസ്സലാം, ഞാൻ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കളിൽപ്പെട്ടവനാണ് എന്ന് പറഞ്ഞു. ഇതാ സുഇൽത, നിന്നോട് ചോദിക്കപ്പെട്ടാൽ, അൻത ഫി മില്ലത്തി മൻ, ഏതാണ് എൻ്റെ മില്ലത്ത്, ഏത് പ്രസ്ഥാനത്തിൻ്റെ ആളാണ് നീ എന്ന് ചോദിച്ചാൽ തനി പറഞ്ഞു, അന ഫി മില്ലത്തി ഇബ്രാഹിം അലൈഹിസ്സലാം, ഞാൻ മില്ലത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ഗ്രൂപ്പിലാണ്, പ്രസ്ഥാനത്തിലാണ്, അവിടുത്തെ മില്ലത്തിലാണ് എന്ന് പറഞ്ഞു. ഇതാ സുഇൽത, നിന്നോട് ചോദിക്കപ്പെട്ടാൽ, അൻത മിൻ ഉമ്മത്തി മൻ, നീ ഏത് സമുദായത്തിൽപ്പെട്ട ആളാണെന്ന് ചോദിച്ചാൽ, ഏത് സമുദായത്തിൽ നിന്നുള്ള ആളാണെന്ന് ചോദിച്ചാൽ തനി പറഞ്ഞോ, അന മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, അഷ്റഫുൽ ഖൽഖ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞു. ഇതാ സുഇൽത അൻത ഫി അയ്യി മദ്ഹബ്, നീ ഏത് മദ്ഹബുകാരനാണെന്ന് ചോദിച്ചാലോ തനി പറഞ്ഞു, അന ഫി മദ്ഹബി താജിൽ മുത്തഖീൻ വൽ ഇമാമിൽ മുഅ്മിനീൻ അൽ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. അഥവാ താജുൽ മുത്തഖീനായ മുഅ്മിനീങ്ങളുടെ ഇമാമായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബിലാണ് എന്ന് നീ പറഞ്ഞു. ഇനി നിന്നോട് ചോദിക്കപ്പെട്ടാൽ, ഇതാ സുഇൽത കം അദദുൽ മദ്ഹബ്, എത്ര മദ്ഹബുകളുണ്ടെന്ന് ചോദിച്ചാൽ നീ പറഞ്ഞു, അർബഅത്തു മദാഹിബ്, 4 മദ്ഹബുകളാണുള്ളത്. അൽ അവലു മദ്ഹബുൽ ഇമാമുൽ ആളമി അബി ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, വസാനി മദ്ഹബുൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, വസാലിസു മദ്ഹബുൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, വറാബിഉ മദ്ഹബുൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ. അഥവാ 4 മദ്ഹബാണുള്ളത്. ഒന്ന് ഹനീഫി മദ്ഹബും, ഹനഫി ഇമാമിൻ്റെ ഹനഫി മദ്ഹബും, രണ്ടാമത് ഷാഫി ഇമാമിൻ്റെ ഷാഫി മദ്ഹബും, മൂന്നാമത് മാലിക് ഇമാമിൻ്റെ മാലിക് മദ്ഹബും, നാലാമത് ഹംബൽ ഇമാമിൻ്റെ ഹംബൽ മദ്ഹബാണ് ഉള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ തൽക്കാലം നിർത്താം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് പറയാം. ഇൻഷാ അല്ലാഹ്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.